അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് 3-ാം ക്ലാസ്സിലേക്ക് പുതുതായി പരിഷ്കരിക്കപ്പെട്ട തദ്രീബ് തിലാവയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് വായിക്കുന്നത്. തദ്രീബ് തിലാവ എന്ന് പറഞ്ഞാൽ വർക്കാണ്. ഖുർആനിൻ്റെ വർക്ക് ബുക്കിനാണ് തദ്രീബ് തിലാവ എന്ന് പറയുന്നത്. ഈ തദ്രീബ് തിലാവക്ക് പുറമെ 3-ാം ക്ലാസ്സിൽ 5 ജുസ് ഉള്ള ഒരു ഖുർആനുണ്ട്. ആ ഖുർആനിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് വർക്ക് ബുക്ക് ലക്ഷ്യമാക്കുന്നത്. സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകൃത മദ്രസകളിൽ 3-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഖുർആൻ പഠന അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ വർക്ക് ബുക്കാണ് നിങ്ങളെ കൈകളിലുള്ളത്. ഖുർആൻ പഠനം കൂടുതൽ ഫലപ്രദമാക്കുകയും കുട്ടികളെ പഠന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാക്കുന്നതിലൂടെ ഖുർആനുമായുള്ള അടുപ്പം കൂടുതൽ സുദൃഢമാക്കുകയാണ് ഈ വർക്ക് ബുക്ക് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. 3-ാം ക്ലാസ്സിൽ 25 മുതൽ 29 വരെയുള്ള 5 ജുസുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമതായി പഠിക്കുന്ന 29-ആണ്. 29 മുതൽ മുകളിലേക്കാണ് ഖുർആൻ പഠനത്തിൻ്റെ ക്രമം ഉള്ളത്. 1-ാം യൂണിറ്റിൽ പഠിപ്പിക്കുന്നത് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന 4 അക്ഷരങ്ങളും അവ പുറപ്പെടുന്ന ചുണ്ടിൻ്റെ ഭാഗങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. വളരെയധികം അപ്ഡേഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു പാഠപുസ്തകമാണ് നിങ്ങളെ കയ്യിലുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത് ഉപയോഗപ്പെടുത്തി നമ്മുടെ ഖുർആൻ പാരായണം നല്ല ശൈലിയിൽ ഓതി പഠിക്കാൻ വളരെ സഹായകരമായി മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്താം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നോക്കൂ, നമുക്ക് വായിക്കാം. അൽ വഹദത്തുൽ ഊല എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് യൂണിറ്റാണ്. ഇതിൽ ഓരോ പാഠത്തിൻ്റെയും തുടക്കത്തിൽ ഓരോ മാസത്തിലും എത്രയാണ് പഠിക്കേണ്ടത്, എത്ര ആയത്തുകളാണ് പഠിക്കേണ്ടതെന്നൊക്കെ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, അഷ്ഷഹർ എന്നുള്ള മാസം, ഷവ്വാൽ, ഫസ്റ്റ് മാസം ഷവ്വാലാണല്ലോ. രണ്ടാമതായി അദദുൽ ഫുസൂൽ, ആ ഷവ്വാലിൽ 18 പിരീഡുകൾ ഉണ്ടായിരിക്കുന്നുണ്ട്. 18 പിരീഡുകളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മഖ്തഉ ഷഹർ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ മാസത്തിലെയും പഠിക്കേണ്ടത്. മിൻ അവ്വലി സൂറത്തിൽ മുൽക്ക് ഇലാഹിർ സൂറത്തിൽ നൂഹ്, മുൽക്ക് സൂറത്ത് മുതൽ സൂറത്ത് നൂഹ് വരെയുള്ള 5 സൂറത്തുകളാണ് ഈ ഫസ്റ്റ് മാസത്തിൽ പഠിക്കാനുണ്ടായിരുന്നത്. മഖ്തഉൽ തഹ്ഫീദ് സുവരി, 4-മതായി പറയുന്നത് മനപ്പാഠമാക്കാനുള്ള സൂറത്തിൻ്റെ ഭാഗങ്ങളാണ്. മുറാജാത്ത് സുവരി സനത്തിൽ മാലിയ 3 ഫുസൂൽ, അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണാതെ പഠിച്ച സൂറത്തുകൾ, കാണാതെ മനപ്പാഠമാക്കിയ സൂറത്തുകൾ ഒന്ന് ആവർത്തിക്കാനുള്ളത് 3 പീരീഡുകളാണ്. അതാണ് ഇവിടെ മനപ്പാഠമാക്കാനുള്ള സൂറത്തുകൾ. കഴിഞ്ഞ സൂറത്തുകളൊന്നും കൂടെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി സൂറത്തുകളെ പരിചയപ്പെടാം. 1-മതായി പഠിക്കാനുള്ള സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിപ്പിച്ച സൂറത്തിനാണ് എന്ത് പറയാ? മക്കിയ എന്ന് പറയാം. ആയാത്തുഹ 30. ഈ മുൽക്ക് സൂറത്തിൽ 30 ആയത്താണുള്ളത്. തർത്തീബുഹ 67. ഖുർആനിൽ 67-ാമത്തെ സൂറത്താണ്. 114 സൂറത്താണല്ലോ ഖുർആനിലുള്ളത്. അതിലെ 67-ാം നമ്പറാണ് മുൽക്ക് സൂറത്ത്. 2-മതായി പഠിക്കാനുള്ള സൂറത്തുൽ ഖലമാണ്. അത് മക്കിയാണ്. നേരത്തെ പറഞ്ഞു, മക്കി എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റക്ക് പോകുമ്പോൾ ഇറങ്ങിയ സൂറത്ത്. ആയാത്തുഹ 52. അതിലെ ആയത്ത് 52 ആയത്ത്. തർത്തീബുഹ 68. അതിലെ സൂറത്തിൻ്റെ നമ്പർ, ക്രമ നമ്പർ 68ആണ്. 3-മതായി പഠിക്കേണ്ട സൂറത്തുൽ ഹാഖ, അത് മക്കിയാണ്. നേരത്തെ പറഞ്ഞു. ആയാത്തുഹ 52, ആയത്ത് 52 ആയത്തുകൾ. തർത്തീബുഹ 69, അതിൻ്റെ ക്രമ നമ്പർ 69. 4-മതായി സൂറത്തുൽ മആരിജ്, മക്കിയ.
ആയാത്തുഹ 44 ആയത്തുകളാണുള്ളത്. തർത്തീബുഹ 70, അതിലെ ക്രമ നമ്പർ 70. അഞ്ചാമത്തെ സൂറത്ത് നൂഹ് മക്കിയ, ആയാത്തുഹ 28 ആയത്തുകളാണ്. തർത്തീബുഹ 71, അതിന്റെ ക്രമ നമ്പർ 71. ഇതാണ് 5 സൂറത്തിനെ കുറിച്ചുള്ള ചെറിയ വിവരണം. ഇനി പാരായണം കേട്ട് മനസ്സിലാക്കാം. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഖലം, സൂറത്തുൽ ഹാഖ, സൂറത്തുൽ മാരിജ്, സൂറത്തുൽ നൂഹ്. ഓരോ സൂറത്തിന്റെ പേരിന്റെ ഇടയിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്യാം. ഗൂഗിളിൽ കാണുന്ന ലെൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അത് സ്കാൻ ചെയ്താൽ ആ സൂറത്തിൽ വളരെ മനോഹരമായി നമുക്ക് എന്ത് ചെയ്യാം, ഓർന്ന് കേൾക്കാം. بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير. കേട്ടാണ് അതേ ശൈലിയിൽ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് കുട്ടികൾ പഠിക്കേണ്ടത്. രണ്ടാമത്തെ പേര് എന്താ പറയുന്നത്, ഹുറൂഫു ഷഫത്തൈനി. ഇതിൽ പഠിക്കേണ്ടത് ഏതാണ്, ചുണ്ടുകളിൽ വരുന്ന അക്ഷരങ്ങൾ. പ്രധാനമായും ചുണ്ടുപയോഗപ്പെടുത്തി ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ 4 വാവ്, ഫാ, മീമ്, ബാ. ഈ വാവ് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് കാണിക്കുന്നുണ്ട്. നോക്കൂ ചിത്രം. ഇത് ഏത് വാവാണ്? നീട്ടാനുള്ള വാവല്ല, മദ്ദിയായ വാവല്ല. മദ്ദിയായ വാവ് എന്ന് പറഞ്ഞാൽ ഒമ്മിന് നീട്ടാൻ എന്താ കൊടുക്കും, വാവ് കൊടുക്കും. ആ വാവല്ല, മറിച്ച് അതല്ലാത്ത വാവാണ്. ഉദാഹരണമായി വൽ ഹയാത്ത വ, അവിടെ മദ്ദിയല്ലാത്ത വാവാണല്ലോ, നീട്ടാനല്ലാത്ത വാവാണ്. അങ്ങനെ വാവ് ഉച്ചരിക്കേണ്ടത് ചുണ്ട് അല്പം കൂർപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത്. വാ വ. വലല്ലാലീൻ വ. രണ്ടാമതായി ഫാ. ഫാ നോക്കൂ, ഫ. ചുണ്ട് അല്പം കൂർപ്പിച്ചിട്ട് തന്നെയാണ് ഫാ ഉച്ചരിക്കേണ്ടത്, ഫ. മീമ് നോക്കൂ, മീം ഉച്ചരിക്കേണ്ടത്, മീം 2 ചുണ്ട് പൂട്ടിയിട്ടാണ്, മ, മീ, മു എന്നൊക്കെ പറയുന്നത് പോലെ. മൂന്നാമതായി നാലാമതായി ബ. ബ ഉച്ചരിക്കണം, നോക്കൂ, ബ. അതും ചുണ്ട് കൂർപ്പിച്ചിട്ട് ബ, ബ എന്നാണ് ഉച്ചരിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ളതാണ് ചിത്രത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്ക്, വാവ്, ഫാ, മീമ്, ബാ എന്നീ അക്ഷരങ്ങളിൽ വരുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം, എഴുതി പരിശീലിക്കാം. ഈ 5 സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഉദാഹരണങ്ങൾ, ഈ 4 അക്ഷരത്തിന്റെ 2 ഉദാഹരണങ്ങൾ എഴുതാനാണ്. ഞാനിവിടെ മുൽക്ക് സൂറത്തിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. വാവിന് ഉദാഹരണം വൽ ഹയാത്ത ലിയബ്ലുവകും. ഫായിന് നോക്കൂ, അൽ ഗഫൂർ. ഫർജ്. മീമിന് അസ്സമാഅ വഅഅതദ്നാ ലഹും. ബാഇന് അദാബ. ഖാലൂ ബല. ഈ അക്ഷരങ്ങളിൽ വരുന്ന ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ചുണ്ട് പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെയാണ് ഓതേണ്ടത്. അതാണ് ഈ 1ാമത്തെ യൂണിറ്റിൽ പ്രധാനമായും പഠിക്കേണ്ട നിയമം. ഈ 4 അക്ഷരങ്ങളുടെ മഖ്റജ് പഠിക്കുക എന്നുള്ളതാണ്. ഇനി അപ്പുറത്ത് പോയി നോക്കൂ, പദങ്ങൾ എഴുതി പരിശീലിക്കാം. പദങ്ങൾ അത് വായിച്ച് പഠിക്കുക, എന്നിട്ടാണ് എഴുതേണ്ടത്. വായിച്ചിട്ട് എഴുതാം. വഹുവ 4 ലൈനാണ് കോപ്പി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലെ എങ്ങനെയാണ് എഴുതി നോക്കാം. വഹുവ നടുവിലെ 2 വരിയിലായിട്ടാണ് എഴുതേണ്ടത്. അത് വാവ് അല്പം താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്.
വാവിൻ്റെ തല മാത്രം 2 വരിയിൽ, ഹാഉവ 2 വരിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ അതുപോലെ തന്നെ ഇതാ ഉവ്വ ഹുവ. ഈ റെഡ് കളറിന് വാവ ഇതാണ്. കാരണം എന്താണ്? ഇതാണ് നമ്മൾ പഠിച്ച അക്ഷരം വ. ഉവ്വ ഹുവ. മദ്മൂമുൻ അൽ വഅദു അം അമിൻതും ഫതൂർ ഫിഅതു. ഇതൊക്കെ പാരായണം ചെയ്ത് ശരിക്ക് ഓതി പഠിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഏതെല്ലാം അക്ഷരങ്ങളാണ് ആ 2 നടുവിലുള്ള 2 വരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതിൽ നിന്ന് താഴെ ഇറങ്ങിയത് ഏതക്ഷരമാണ് കൃത്യമായി മനസ്സിലാക്കി 3 പ്രാവശ്യമാണ് ഓരോന്ന് എഴുതേണ്ടത്. ഇനി പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം. ഖുലിഖ ഹലുഅ എന്നുള്ളത് സൂറത്തുൽ മാരിജിലാണ്. 19-ാമത്തെ ആയത്ത്, പേജ് നമ്പർ 569. രണ്ടാമത്തെ ഫഅതറഫു സൂറത്തുൽ മുൽക്ക്, ആയത്ത് നമ്പർ 11, പേജ് നമ്പർ 562. മൂന്നാമത് ബിസ്വാത്ത സൂറത്തു നൂഹ്, ആയത്ത് നമ്പർ 19, പേജ് നമ്പർ 571. നാലാമത്തെ ഫിഅതുബിൻ വനഫൂർ സൂറത്തുൽ മുൽക്ക്, ആയത്ത് നമ്പർ 21, പേജ് നമ്പർ 563. ഇനി നോക്കൂ, ലാസ്റ്റ് പേജിൽ എന്തുള്ളതാണ്? നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം. സൂറത്തുൽ മുൽക്ക് നിത്യമായി പാരായണം ചെയ്യുന്നവർക്ക് അത് പരലോകത്ത് ശഫാഅത്ത് ചെയ്യുകയും ഖബറിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കൊടുക്കുകയും ചെയ്യും. സൂറത്തുൽ മുൽക്ക് അഥവാ തബാറക സൂറത്ത് ഓതിയാലുള്ള ഗുണം എന്താണ്? സൂറത്തുൽ മുൽക്ക് നിത്യമായി പാരായണം ചെയ്യുന്നവർക്ക് എന്നും പാരായണം ചെയ്യണം. അത് പരലോകത്ത് ശഫാഅത്ത് ചെയ്യുകയും ഖബറിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കൊടുക്കുകയും ചെയ്യും. അത്രയും മഹത്തുള്ളൊരു സൂറത്താണ് ഏത്? സൂറത്തുൽ മുൽക്ക്. അത് എല്ലാവരും നിർബന്ധമായി ഓതണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനി ദുആഉൽ ഖുർആനി, ഖുർആനിൽ വന്നൊരു പ്രാർത്ഥനയാണ്. ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. റബ്ബി സിദ്നി ഇൽമാ, ഖുർആനിലുള്ളൊരായത്താണ് ഇത്. റബ്ബി സിദ്നി ഇൽമാ, എൻ്റെ റബ്ബേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിക്കണമേ എന്നാണ് അർത്ഥം. ഇതൊരു പ്രാർത്ഥനയാണ്. എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. എന്ത്? റബ്ബി സിദ്നി ഇൽമാ. അത് കാണാതെ പഠിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി നിങ്ങൾ പഠിച്ച് വർക്കുകളൊക്കെ ചെയ്ത് നല്ലോണം പഠിച്ച് നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന, നന്നായി നല്ല വൃത്തിയിൽ വർക്ക് ചെയ്ത ഫുൾ ഹാജർ നേടിയ കുട്ടികൾക്ക് ഉസ്താദ് എന്ത് ചെയ്യും? ഒരു മാസാന്ത മൂല്യനിർണ്ണയം നടത്തും. അതിനാണ് അടുത്തത് ഉപയോഗപ്പെടുത്തേണ്ടത്. അത് ഉസ്താദാണ് ചെയ്യേണ്ടത്. അധ്യാപകൻ കുട്ടിയുടെ മാസാന്ത പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തി താഴെ ഒഴിച്ച കോളത്തിൽ നൽകുക. ഒന്നാമതായി മുംതാസ്. മുംതാസ് പറഞ്ഞാൽ എന്താണ്? മികച്ചത് എന്നാണ്. അവിടെ ഏറ്റവും മികച്ചതാണെങ്കിൽ അവിടെ ഉസ്താദ് എന്ത് ചെയ്യും? സ്റ്റാർ കൊടുക്കും. നന്നായി നല്ല ശൈലിയിൽ പാരായണം ചെയ്യുന്ന, വർക്കുകൾ കൃത്യമായി വൃത്തിയിൽ ചെയ്യുന്ന ഹാജറൊക്കെ എല്ലാ ഹാജറും കിട്ടിയ കുട്ടികൾക്ക് കൊടുക്കുന്ന മുംതാസ് സ്റ്റാർ കൊടുക്കും. രണ്ടാമതായി ജയ്യിദൻ ജിദ്ദ, വളരെ നല്ലത്. അതാണെങ്കിൽ അതിൽ ജയ്യിദ് നല്ലത്, വൈറ് ജയ്യിദ് നല്ലതല്ല എന്നിങ്ങനെ ഓരോ കുട്ടിയെയും വിലയിരുത്തി ഉസ്താദ് ചെയ്യേണ്ട വർക്കാണ് അവസാനത്തത്. ഏതിലാണോ കുട്ടിക്ക് അനുയോജ്യമായത് അതിൽ ഉസ്താദ് സ്റ്റാർ കൊടുക്കുന്നതാണ്. അല്ലാഹു തആല നമ്മെ നല്ല കുട്ടികളാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.